ഹായ് ഓൾ. റീസെൻ്റ്ലി LSGDയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന പോലെ ഇതിൽ ഒരുപാട് വേക്കൻസീസ് വരുന്നതാണ്. മാക്സിമം ട്രൈ ചെയ്താൽ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം. ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 5A3/2025. പിന്നെ ക്വാളിഫിക്കേഷൻ, മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇനി അതർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. പിന്നെ അതിൻ്റെ പേ സ്കെയിൽ വരുന്നത് 55,200 മുതൽ 1,17,300 വരെയാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. പിന്നെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലിക്കേഷനിൽ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025. ഇവിടെ ഇപ്പോൾ ഞാനൊരു ഡെമോ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അതിന് ഞാൻ ചൂസ് ചെയ്ത ടോപ്പിക് പെർമിബിലിറ്റി ഓഫ് സോയിലാണ്. ഇത് ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നൊരു ചെറിയൊരു ടോപ്പിക്കാണ് പെർമിബിലിറ്റി ഓഫ് സോയിൽ. ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഇതിൽ കൂടുതലും എക്സാമിന്, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പോവുകയാണെങ്കിലും ന്യൂമറിക്കലായിട്ടും തിയറി ആയിട്ടും ഇതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചെറിയൊരു ടോപ്പിക്കാണ്, പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നതാണ്, ആൻഡ് സ്കോർ ചെയ്യാൻ പറ്റും, ഈസിയാണ്. അപ്പോൾ നമുക്ക് ടോപ്പിലേക്ക് കിടക്കാം. ഇതാണ് കണ്ടന്റ്. ഇന്ന് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കാണിത്. ടോപ്പിക്കിലെ കണ്ടന്റാണ്. ഫസ്റ്റ് ഞാനൊരു ബ്രീഫായിട്ടൊരു ഇൻട്രൊഡക്ഷൻ തരും. എന്താണ് പെർമിബിലിറ്റി ഓഫ് സോയിൽ, എങ്ങനെയാണ് അതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ടൊരു ഇൻട്രൊഡക്ഷൻ തരും. അത് കഴിഞ്ഞിട്ട് വെലോസിറ്റി ഓഫ് ഫ്ലോ തരും. വെലോസിറ്റി ഓഫ് ഫ്ലോ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഡാർസീസ് ലോ, അത് വെലോസിറ്റി ഓഫ് ഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിബിലിറ്റി, ഈ പെർമിബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറിനെ പറ്റിയിട്ട് ഇവിടെ നിന്നാണ് കൂടുതൽ തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. പിന്നെ ടെസ്റ്റ് ടു ഡിറ്റർമിൻ ദ കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി ഓഫ് സോയിൽ, 2 ടെസ്റ്റ് ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ പ്രീവിയസ്ലി ആസ്ക്ഡ് MCQ ക്വസ്റ്റ്യൻസ്. ഇതാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ്. സോ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് തന്നെ ഡെഫിനിഷൻ, വാട്ട് ഈസ് മീൻ ബൈ പെർമിബിലിറ്റി. എന്താ സോയിൽ പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: പ്രോപ്പർട്ടി ഓഫ് എ സോയിൽ വിച്ച് അലോ ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ത്രൂ ഇറ്റ്. അത് ഈ ഫ്ലൂയിഡ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ, ഫ്ലൂയിഡ് നമുക്കറിയാം, അതായത് ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ഗ്യാസ് ആവാം. ഇതിന് രണ്ടിനും കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്. അപ്പോൾ നമുക്ക് സോയിലുള്ളിൽ കൂടെ പോണത് ഒന്നെങ്കിൽ വാട്ടർ ആവാം, വാട്ടർ അല്ലെങ്കിൽ എയർ. ഇവിടെ നമ്മൾ മെയിൻലി വാട്ടറിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്, പെർമിബിലിറ്റി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ വാട്ടർ, സപ്പോസ് വാട്ടർ എങ്ങനെയാണ് ഒരു സോയിലിൻ്റെ ഉള്ളിൽ കൂടെ പോണത്, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണ്. ഇവിടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഡയഗ്രാം ഉണ്ട്. സപ്പോസ് നമുക്കറിയാം, ഇപ്പോൾ ഒരു സോയിൽ എടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ 3 ഫേസ് സിസ്റ്റം എന്നാണ് ഒരു സോയിൽ നമ്മൾ പറയുക. 3 ഫേസ് സിസ്റ്റം. 3 ഫേസ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടാവും? സോളിഡ് പാർട്ടിക്കിൾ, സോളിഡ്സ് ഉണ്ടാവും, പിന്നെ അതിലുണ്ടാവുക വാട്ടർ ഉണ്ടാവും, പിന്നെ ഉണ്ടാവുക അതിൽ എയറാണ്. ഇപ്പം നമ്മളൊരു സോയിൽ എടുക്കുകയാണെങ്കിൽ, സോയിൽ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഈ 3 സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. ഇനി പിന്നെ 4 ഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. നമ്മളിപ്പോൾ ഐസും കൂടി അതിൽ വരും. അപ്പോഴാണ് നമ്മൾ 4 ഫേസ് എന്ന് പറയുക. അതായത് സോളിഡ് പാർട്ടിക്കിൾ പ്ലസ് വാട്ടർ പ്ലസ് എയർ പ്ലസ് ഐസും കൂടി ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ലെറ്റ്സ് കൺസിഡർ 3 ഫേസ് ആണ്. അപ്പോൾ അതിൽ സോളിഡ്സും ഉണ്ടാവും, വാട്ടറും ഉണ്ടാവും, എയർ ഉണ്ടാവും. പിന്നെ എത്ര ശതമാനം വാട്ടർ, എത്ര ശതമാനം എയർ, അത് നമ്മൾ എന്തിൻ്റെ ബേസിലാണ് പറയാം? സാച്ചുറേഷൻ, പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ. ഇപ്പോൾ 100% സാച്ചുറേറ്റഡ് ആണെങ്കിൽ അതിൽ ഫുള്ളി വാട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 80% സാച്ചുറേറ്റഡ് ആണെങ്കിൽ 80% വാട്ടർ, ബാക്കി റിമെയിൻ എയറും ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ അതിൻ്റെ ബേസിലാണ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഫേസ് സിസ്റ്റം എടുത്തു. അപ്പം ഇതാണ് നമ്മൾ വാട്ടർ ഇവിടെ ബ്ലൂ ലൈനിൽ മാർക്ക് ചെയ്തിരുന്നത്, വാട്ടർ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ഇതിൽ ഫ്ലോ ചെയ്യുന്നത് ഈ വോയിഡ്സിലൂടെ ആയിരിക്കും. ഈ വാട്ടറും എയറും എവിടെയാണ് ഓക്യുപ്പൈ ചെയ്യുക? സോയിൽ നമ്മൾ എടുത്താൽ വാട്ടറും എയറും വോയിഡ്സിലാണ് ഓക്യുപ്പൈ ചെയ്യുക, വോയിഡ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇത് 3 ഫേസ് സിസ്റ്റത്തിൽ ഒരു സോളിഡ്സും ഉണ്ടാവും, പിന്നെ വോയിഡ്സും ഉണ്ടാവും.
ഈ വോയിഡ്സിലൂടെയാണ് ഈ വാട്ടർ ട്രാൻസ്ഫർ ചെയ്യുക. അതെന്താ കാരണം എന്ന് വെച്ചാൽ സോളിഡിൻ്റെ ഉള്ളിൽ കൂടെ വാട്ടർ പോകില്ല, അത് ഇംപെർമിയബിൾ ആണ്. അപ്പോൾ വാട്ടർ പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ വോയിഡ്സിൻ്റെ ഉള്ളിൽ കൂടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം സപ്പോസ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് പോയിന്റ് 1 to പോയിന്റ് 2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഏതൊരു സാധനമാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി എടുക്കുക അല്ലെങ്കിൽ വിൻഡ് എടുക്കുക, ഇത് രണ്ടും ഫ്ലോ ചെയ്യാനും, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും, വിൻഡും ഫ്ലോ ചെയ്യും, ഇത് രണ്ടും ഫ്ലോ ചെയ്യാനും കാരണങ്ങളുണ്ട്. അതായത് വിൻഡ് ഇപ്പോൾ എങ്ങനെ ചെയ്യുക, ഹയർ പ്രഷർ ടു ലോവർ പ്രഷറിലേക്കാണ് എപ്പോഴും ഫ്ലോ ചെയ്യുക. അതേമാതിരി തന്നെ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഹൈ വോൾട്ടേജ് ഏരിയ ടു ലോ വോൾട്ടേജ് ഏരിയ, അങ്ങനെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുക. അതേമാതിരി തന്നെ ഈ വെള്ളം, ഈ ഫ്ലൂയിഡ്, അതായത് ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യാനാണെങ്കിൽ അതിനൊരു കാരണമാണ്. അത് എപ്പോഴും ഹൈ എനർജി ടു ലോ എനർജിക്കാണ് ഇത് പോവുക. അപ്പോൾ നമുക്ക് പറയാം എനർജി ഇപ്പോൾ ഞാൻ സപ്പോസ് E1 നിട്ടു, എനർജി അറ്റ് 1, രണ്ടാമത്തേന് ഞാൻ E2 നിട്ടു, ഈ രണ്ടാമത്തെ പോയിന്റിലെ എനർജിനെ, വാട്ടറിൻ്റെ എനർജിനെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്ലോന്റെ ഡയറക്ഷൻ നമുക്ക് വ്യക്തമാണ്, 1-ൽ നിന്ന് 2-ലേക്കാണ്. അപ്പോൾ നമുക്ക് പറയാം E1 ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ E2, ദെൻ ഓൺലി ഫ്ലോ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ ഫ്ലോ നടക്കില്ല. അപ്പോൾ ഇവിടെ ഇപ്പം ഫ്ലോ ഇവിടുന്ന് ഈ 1-ൽ നിന്ന് 2-ലേക്ക് നടന്നു. അപ്പോൾ നമ്മൾ ഈ എനർജി, നമ്മൾ ഈ വാട്ടർ എനർജി നമ്മൾ എങ്ങനെയാണ് പറയുക, അതാണ് ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്. നമ്മൾ എനർജി പറയാം വാട്ടർ ഹെഡിന്റെ ടേംസിലാണ് പറയാം. വാട്ടർ ഹെഡ് ഈ വാട്ടർ ഹെഡ് നമ്മൾ ഹെഡിന്റെ ടേംസിലാണ് എനർജിനെ പറയാം, വാട്ടറിന്റെ എനർജിനെ. അത് നമുക്ക് എന്തൊക്കെയായിരിക്കും, ഇപ്പൊ സപ്പോസ് ഈ പോയിന്റ് 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എനർജി എങ്ങനെ നമ്മൾ പറയാം, അതിന് 3 കാര്യങ്ങളുണ്ട്. അത് ബെർണോളിസ് ഇക്വേഷനിൽ പറയുന്നുണ്ട്, ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സപ്പോസ് 1 എന്ന് പറഞ്ഞ പോയിന്റത്താണ് എടുക്കണമെങ്കിൽ അവിടെ പ്രഷർ എനർജി ഉണ്ടാവും, പിന്നെ ഇതിന്റെ മൂവ്മെന്റ് കൊണ്ടൊരു വെലോസിറ്റി എനർജി ഉണ്ടാവും, പിന്നെ ഒന്ന് Z, അത് ഡാറ്റം ഓർ എലിവേഷൻ ഹെഡ് എന്നാണ് പറയുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റം പോയിന്റ് എടുത്തിട്ട് അവിടേക്കുള്ള ഹൈറ്റ്, എലിവേഷൻ, അതിനാണ് നമ്മൾ ഡാറ്റം എന്ന് പറയുക. ഇത് 3 കൂടി സമ്മാണ് അവിടുത്തെ ടോട്ടൽ എനർജി. പക്ഷേ നമ്മൾ സോയിലിലേക്ക് വരികയാണെങ്കിൽ സോയിലിൽ ഇതിൻ്റെ വോയിഡ്സ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമ്മളെ പൈപ്പ് ഫ്ലോ അല്ലെങ്കിൽ ഓപ്പൺ ചാനൽ ഫ്ലോൻ്റെ അത്ര വെലോസിറ്റി ഇതിലൂടെ പോണ വാട്ടറിന് ഉണ്ടാവില്ല. അപ്പോൾ ഈ V എന്ന് പറഞ്ഞ സാധനം വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും, വെലോസിറ്റി വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ അതിനെ കൊണ്ടുണ്ടാവുന്ന എനർജി വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് സോയിലിൻ്റെ കേസിൽ ആ ടേം നമുക്ക് ഒഴിവാക്കാം, കാരണം നെഗ്ലിജിബിൾ സ്മോൾ ആയിരിക്കും. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം, നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഹെഡ് ഇൻ സോയിൽ എന്ന് പറയുന്നത് പ്രഷർ എനർജിയും ഡാറ്റം എനർജിയും കൂടി കൂട്ടിയതായിരിക്കും. ഇതാണ് ടോട്ടൽ എനർജി. അപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് E1 എന്ന് പറഞ്ഞ പോയിന്റത്തെ ടോട്ടൽ എനർജി എടുക്കാൻ പറഞ്ഞാൽ എന്തൊക്കെയാണ്, P1 ഡിവൈഡഡ് ബൈ ρg പ്ലസ് Z1. അതായത് ഇപ്പം നമ്മളെ പ്രഷർ ഹെഡ് എങ്ങനെ കണ്ടുപിടിക്കുക, അവിടെ ഒരു പീസോമീറ്റർ വെക്കുക, അവിടെ ഒരു പീസോമീറ്റർ വെച്ചാൽ അതിലുണ്ടാകുന്ന റൈസിനെയാണ് നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറയുക. പീസോമീറ്റർ വെച്ചാൽ കിട്ടുന്ന റൈസിനെയാണ് പ്രഷർ ഹെഡ് എന്ന് പറയുക. പിന്നെ Z1 എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഡാറ്റം ലൈൻ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ആ പോയിന്റിലേക്കുള്ള ഹൈറ്റ്, അതാണ് ഡാറ്റം. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ E1 കാൽക്കുലേറ്റ് ചെയ്യും, E2 കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് നോക്കുമ്പോൾ E1 ആയിരിക്കും വലുത്. അതിനെ കൊണ്ടാണ് ഫ്രം 1 to 2 ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലോ നടക്കാനുള്ള മെയിൻ കാരണം എന്താ, അവിടെ ഹെഡ് ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഇപ്പം നമ്മൾ E1 ആണ് വലുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ E1 മൈനസ് E2 നോക്കുകയാണെങ്കിൽ എന്താ, അതാണ് അവിടെ ഡെൽറ്റ എനർജി. അതാണ് അവിടുത്തെ ഈ ഡിഫറൻസ് കൊണ്ടാണ് ഫ്ലോ ഉണ്ടാവാനുള്ള കാരണം. ഫ്ലോ ഉണ്ടാവാനുള്ള കാരണമാണ് ഈ ഡിഫറൻസ്. എനർജി നമ്മൾ പറഞ്ഞു ഹെഡ് എന്നാണ് പറയാം. അപ്പോൾ ഡിഫറൻസ് ഇൻ ദ ഹെഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ഹൈഡ്രോളിക്, ഇനി സപ്പോസ് ഇവിടെ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിമെൻ ആണ്. ഇതിനുള്ളിൽ നമ്മൾ സോയിൽ നിറച്ചു, എന്നിട്ട് ഇവിടുന്ന് വാട്ടർ ഫ്ലോ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ പോയിന്റ് 1. ഞാൻ 2 പോയിന്റ് എടുക്കുകയാണ് ഇതിലുള്ള. ഇവിടെ ഒരു പോയിന്റ് 2 എടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് 1. അപ്പോൾ ഈ പോയിന്റിലേക്കുള്ള എൻ്റെ ഡാറ്റം ഹെഡ് എങ്ങനെയാണ്, ഈ ഡാറ്റം ഹെഡ് പറഞ്ഞാൽ സപ്പോസ് ഇതാണ് എൻ്റെ ഡാറ്റം ലൈൻ. ഈ ബോട്ടത്തിലുള്ള അത് ഞാനൊരു D എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഡാറ്റം ലൈൻ. അപ്പോൾ അത് മുതൽ അവിടുന്ന് ഈ Z, ഈ ഫസ്റ്റ് പോയിന്റ് എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് എൻ്റെ ഡാറ്റം ഹെഡ്.
അപ്പോൾ ഞാൻ ഫസ്റ്റ് സെഡ് ഇന്ന് അതിനെ റെപ്രസെൻറ്റ് ചെയ്യണം. ഇനി എനിക്ക് അവിടുത്തെ പ്രഷർ ഹെഡ് വേണം. പ്രഷർ ഹെഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു പീസോമീറ്റർ വെക്കും. പീസോമീറ്റർ വെച്ചിട്ട്, അതാണ് ഇവിടെ ഒരു പീസോമീറ്റർ വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ വാട്ടർ ലെവൽ ഇത്രയും ഹൈറ്റിൽ എത്തുന്നുണ്ട്. അപ്പം ഈ പോയിന്റിൽ നിന്നും, ഇവിടെയാണ് എൻ്റെ പോയിന്റ് 2, അവിടെ നിന്നും എത്ര വരെയാണോ വെള്ളം പൊന്തിയത് അവിടെ വരെയുള്ളതാണ് എൻ്റെ പ്രഷർ ഹെഡ്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എച്ച് പി ഇന്ന് പ്രഷർ ഹെഡാണ്. അപ്പോൾ എച്ച് പി ഇന്ന് എന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് പറയാം, അപ്പോൾ എൻ്റെ എച്ച് ഇന്ന് ഇവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡയഗ്രത്തിൽ എച്ച് ഇന്ന്, അതാണ് ടോട്ടൽ ഹെഡ് ഫ്രം ദ ഡാറ്റം ടു ദ എവിടെ വരെ പൊന്തിയിട്ടുണ്ടോ അവിടെ വരെ പീസോമീറ്ററിൽ എത്ര റൈസ് ഉണ്ടായിട്ടുണ്ടോ അവിടെ വരെയുള്ള ഹൈറ്റ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്താൽ എച്ച് പി ഇന്ന് പ്ലസ് സെഡ് ഇന്ന്, ഇതാണ് ടോട്ടൽ ഹെഡ് അറ്റ് ദ പോയിന്റ് 1. ഇതേമാതിരി ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് 2ലും കിട്ടും, അതായത് എച്ച് പി ഔട്ട് പ്ലസ് സെഡ് ഇന്ന്. ഇനി ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്, ഡെൽറ്റ എച്ച്. ഇതാണ് ഇവിടുത്തെ ആക്ച്വൽ കോസ് ഓഫ് ഫ്ലോ. ഈ ഡെൽറ്റ എച്ച് ഉള്ളത് കൊണ്ടാണ് ഈ പോയിന്റ് 1ൽ നിന്നും പോയിന്റ് 2ലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എത്ര എനർജി ഡിഫറൻസ് ഉണ്ട്? അത് E1 മൈനസ് അല്ലെങ്കിൽ എച്ച് ഇന്ന് മൈനസ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഇന്ന് മൈനസ് എച്ച് ഔട്ട്, ഇങ്ങനെ എഴുതാം. ഇതാണ് നമ്മളെ ഡെൽറ്റ എച്ച്, കോസ് ഓഫ് ഫ്ലോ. ഇത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പീസോമെട്രിക് ഹെഡിൽ, ഇപ്പം നമ്മൾ പീസോമീറ്റർ വെച്ചിട്ട് അത് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും ഈ ഡെൽറ്റ എച്ച് എപ്പോഴും. ഓക്കെ, ഇനി ഒരു ടേം വരുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ആണ്. ഈ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഇപ്പം ഞാൻ പറഞ്ഞു, ഈ പോയിന്റ് 1 മുതൽ പോയിന്റ് 2 വരെ എത്താൻ അതിന് എത്ര ലോസ് ആവുന്നുണ്ട്? ഡെൽറ്റ എച്ച് എനർജി ലോസ് ആവുന്നുണ്ട്. ആ ലോസ് പെർ ലെങ്ത്തിൽ പറയുകയാണെങ്കിൽ അതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. അപ്പോൾ പോയിന്റ് 1ൽ നിന്നും പോയിന്റ് 2ലേക്ക് എത്താനുള്ള എനർജി ലോസ് ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഈ പോയിന്റ് 1ഉം പോയിന്റ് 2ഉം തമ്മിലുള്ള ലെങ്ത് ഡിഫറൻസ് എത്ര? L, ഡയഗ്രത്തിലുണ്ട് L. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെൽറ്റ എച്ച് ബൈ L. ഇതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് I. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന്റെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ എച്ച്, നമ്മളിവിടെ എനർജി പറയുന്ന യൂണിറ്റ്, ഇതിന്റെ യൂണിറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്ററോ സെന്റിമീറ്ററോ ഒക്കെയാണ് കിട്ടുക. V²/2Gൻ്റെതായാലും മീറ്ററോ അല്ലെങ്കിൽ സെന്റിമീറ്റർ. സെഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, അതും മീറ്റർ. അപ്പോൾ ഡെൽറ്റ എച്ചിന്റെ യൂണിറ്റ് എന്താ? അതും മീറ്റർ ആണ്. പിന്നെ ലെങ്ത്തിന്റെ മീറ്റർ എന്താ? മീറ്റർ. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ ഇത് യൂണിറ്റ്ലെസ് ആണ്, നോ യൂണിറ്റ് ആണ്. മീറ്റർ ബൈ മീറ്റർ വരുമ്പോൾ നോ യൂണിറ്റ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഈ ഫ്ലോ നടക്കുന്നത് വളരെ വെലോസിറ്റി ഓഫ് ഫ്ലോ വളരെ മിനിമമാണ്, വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഇതിന്റെ വോയിഡ്സിലൂടെ മാത്രമാണ് ഓപ്പൺ ചാനൽ ഫ്ലോ അല്ലെങ്കിൽ നമ്മളെ പൈപ്പ് ഫ്ലോയിലെ ഉള്ളിൽ കൂടെ പോണ മാതിരി അത്ര സ്പീഡിൽ വെള്ളം പോകില്ല. വളരെ സ്മോൾ വെലോസിറ്റി അതിനുണ്ടാവും. അത് കാരണം ഇതിന്റെ ഇത് പറഞ്ഞാൽ ഇറഗുലർ, ഒരു പ്രോപ്പർ പാത്ത് വേ ഇതിനില്ല. പിന്നെ വോയിഡ്സിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും പോകണം. അതിനെക്കൊണ്ടാണ് വെലോസിറ്റി വളരെ കുറവ്. അപ്പോൾ ഇതിന്റെ വെലോസിറ്റി എങ്ങനെ നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാം? വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കണ്ടിന്യൂറ്റി ഡിസ്ചാർജിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഡിസ്ചാർജ് Q ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഇനി ഡിസ്ചാർജ് അല്ലെങ്കിൽ അപ്പാരന്റ് വെലോസിറ്റി അതിനെ V കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. V ഇസ് ഈക്വൽ ടു Q/V. ഈ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ Q/A എന്ന് കിട്ടും. ഇനി സപ്പോസ് ഇനിയിപ്പം നേരത്തെ ഞാൻ കാണിച്ച ഒരു ഫിഗറിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഞാൻ ഇവിടെ വരച്ചത്. അതായത് A എന്ന് പറഞ്ഞ ഇവിടെ ഒരു A എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഇത് വരച്ചത് സപ്പോസ്. അപ്പോൾ ഇതിന്റെ ഒരു ഏരിയ വരുന്നത്, സപ്പോസ് ഇതിനൊരു ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞത്, ഈ റെക്ടാങ്കിളിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞത് എന്താ? A ടോട്ടൽ ഞാൻ വെറുതെ എഴുതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത്? വോയിഡ്സ് ഉണ്ട്, ഏരിയ ഓഫ് ദി വോയിഡ്സ് ഉണ്ട്, പ്ലസ് ഏരിയ ഓഫ് ദി സോളിഡ്സ്. ഈ ഹാച്ച് ചെയ്ത സാധനമാണ് നമ്മളെ സോളിഡ്സ്. ഈ ഗ്യാപ്പ് പോലെയുള്ള സാധനമാണ് ഏരിയ ഓഫ് വോയിഡ്സ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഏരിയ ഓഫ് ദി ടോട്ടൽ കിട്ടും. ഇനി സപ്പോസ് ഞാൻ ഇവിടെ Q ഡിവൈഡഡ് ബൈ ഈ ഏരിയന്റെ സ്ഥാനത്ത് A ടോട്ടൽ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഡിസ്ചാർജ് വെലോസിറ്റി അല്ലെങ്കിൽ അപ്പാരന്റ് വെലോസിറ്റി. ഇതാണോ ആക്ച്വൽ വെലോസിറ്റി? അല്ല. ആക്ച്വൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ പോകുന്ന സ്ഥലം ഈ വോയിഡ്സിലൂടെ മാത്രമാണ്. അപ്പോൾ നമുക്ക് വോയിഡ്സിന്റെ ഏരിയ ആണ് ശരിക്കും കൊടുക്കേണ്ടത്.
അപ്പോൾ എന്തുകൊണ്ട് ഇവർ ഈ ടേം ഇവിടെ എടുത്തു എന്ന് വെച്ചാൽ ആ ഏരിയ ഓഫ് ദി വോയിഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ റിസ്ക് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെക്കൊണ്ടാണ് ഈ വെലോസിറ്റി അപ്പാരന്റ് വെലോസിറ്റി വന്നത്. അതായത് നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കും, എന്നിട്ട് ടോട്ടൽ ഏരിയ ക്രോസ് സെക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും, അപ്പോൾ കിട്ടുന്നതാണ് ഡിസ്ചാർജ് വെലോസിറ്റി. സപ്പോസ് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? സെയിം തന്നെ വി ആക്ച്വൽ സീപ്പേജ് വെലോസിറ്റി എന്നും പറയും, അല്ലെങ്കിൽ ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയും. ഇതാണ് ആക്ച്വൽ വെലോസിറ്റി അല്ലെങ്കിൽ സീപ്പേജ് വെലോസിറ്റി. അപ്പോൾ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ. ഞാൻ ഇവിടെ എടുക്കുന്ന ഏരിയ എന്ത് ഏരിയ എടുക്കണം? ഏരിയ ഓഫ് വോയിഡ് എടുക്കണം. വോയിഡിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമാണ് വാട്ടർ പോണത്. അപ്പം ക്യൂ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി വോയിഡ്. ഇങ്ങനെ എടുക്കുമ്പോൾ ഇതാണ് ആക്ച്വൽ വെലോസിറ്റി. പലപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിക്കുക ഈ ഡിസ്ചാർജ് വെലോസിറ്റി തരും, എന്നിട്ട് സീപ്പേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം, ഇപ്പം വോളിയം ഓഫ് ദി വോയിഡ് ഡിവൈഡഡ് ബൈ വോളിയം, ടോട്ടൽ വോളിയം എന്താണ്? പോറോസിറ്റി N. സപ്പോസ് ഞാനിപ്പോൾ ഒരു L ലെങ്ത്തിലാണ് ഞാനിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ വോളിയം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ഏരിയ ഓഫ് ദി വോയിഡ് ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ, ടോട്ടൽ ഏരിയ ഇൻറ്റു ലെങ്ത്. സോ L ഗോൺ. then AV ഡിവൈഡഡ് ബൈ AT. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും AV ഈസ് ഈക്വൽ ടു N ഇൻറ്റു AT. അത് ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക? VS ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ AVക്ക് പകരം NAAT. അപ്പം നമ്മളിവിടെ ഈ Q ബൈ NAT, Q ബൈ AT നോക്കുമ്പോൾ അത് നമുക്കറിയാം V ആണ്. അപ്പം നമുക്ക് VS ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ VQ ബൈ AT ആണ്. അപ്പോൾ V ബൈ N. ഇതാണ് നമ്മളെ ഇക്വേഷൻ, റിലേഷൻ ബിറ്റ്വീൻ സീപ്പേജ് വെലോസിറ്റി ആൻഡ് ഡിസ്ചാർജ് വെലോസിറ്റി. ഇനി ഇതിന് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവും ഈ N എന്ന് പറഞ്ഞ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആണ് വരിക. കാരണം എന്താ വെച്ചാൽ വോളിയം ഓഫ് ദി വോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദി ടോട്ടൽ ആണ്. എപ്പോഴെങ്കിലും ടോട്ടലിനെക്കാട്ടിലും വലുതാവും വോയിഡ്? ഇല്ല. അപ്പോൾ നമുക്ക് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം VS എപ്പോഴും വീനെക്കാട്ടിലും വലുതായിരിക്കും. കാരണം സീപ്പേജ് വെലോസിറ്റി ആയിരിക്കും എപ്പോഴും വീനെ ഡിസ്ചാർജ് വെലോസിറ്റിനെക്കാട്ടിലും കൂടുതൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് VS ബൈ VN. VS ഈസ് ഈക്വൽ ടു V ബൈ VN. N പോറോസിറ്റി. ഓക്കെ, ഇനി അടുത്തതാണ് ഡാസീസ് ലോ. ഈ ഡാസീസ് ലോ എന്ന് പറഞ്ഞത്, ഡാസി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഒരു റിലേഷൻ കണ്ടുപിടിക്കണം. അവർ കണ്ടുപിടിച്ച റിലേഷൻ V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. ഈ I എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. I എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. അതായത് എത്രയാണോ അവർ തമ്മിലുള്ള ഹെഡ് ഡിഫറൻസ് ഫ്രം പോയിന്റ് 1, ഇവിടെയാണ് നമ്മളെ പോയിന്റ് 1, ഇതാണ് ഇവിടെ നിന്നാണ് സോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സോയിൽ ഇവിടെ നിന്നിട്ട് ഇതുവരെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വെള്ളം കടത്തിവിടുന്നത്. അപ്പോൾ ΔH ഡിവൈഡഡ് ബൈ L, നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതാണ് ടോട്ടൽ ഹെഡ് ലോസ് പെർ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ΔH ബൈ L. ഇതാണ് I. ഇത് ഈ വെലോസിറ്റി, ഇതിൽ കൂടെ പോണ വെള്ളത്തിൻ്റെ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. അതാണ് ഡാസി ലോ പറയുന്നത്. പക്ഷേങ്കിൽ ഇവർ ഇത് ചെയ്യുമ്പോൾ കുറച്ച് അസംഷൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ലാമിനാർ ഫ്ലോ ആയിരിക്കും. ഈ ലാമിനാർ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ, ട്രാൻസിഷൻ ഫ്ലോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൈഡ്രോളിക്കിൽ, ഫ്ലൂയിഡ് മെക്കാനിക്സിൽ. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ ഈ ലാമിനാർ, ടർബുലന്റ് ഫ്ലോ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് തരംതിരിക്കലെന്ന് ചോദിച്ചാൽ റൈനോൾഡ്സ് നമ്പർ വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ റൈനോൾഡ്സ് നമ്പർ നമുക്ക് ഓപ്പൺ ചാനൽ ഫ്ലോക്ക് ഒരു റൈനോൾഡ്സ് നമ്പറാണ് തരംതിരിക്കുന്നതിന്, പൈപ്പ് ഫ്ലോക്ക് വേറൊരു റൈനോൾഡ്സ് നമ്പറാണ്. അതേമാതിരി തന്നെയാണ് നമ്മൾ സോയിലിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഈ റൈനോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ലാമിനാറാണ്. അപ്പോൾ ചിലപ്പം ചോദിക്കും നിങ്ങളോട് ഈ ഡാസീസ് ലോ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ റൈനോൾഡ്സ് നമ്പർ
എത്ര ആവണം, എത്രയുടെ താഴത്താവണം, അങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം 1 ആണ്. അപ്പോഴാണ് അത് ലാമിനാർ ഫ്ലോ ഉള്ളൂ. ഡാസീസ് ലോന്റെ അസംഷൻ എന്താണ്? ദ ഫ്ലോ ഷുഡ് ബി ഇൻ ലാമിനാർ. പിന്നെ അടുത്ത കണ്ടീഷൻ പറഞ്ഞാൽ സ്റ്റഡി ഫ്ലോ ആൻഡ് കണ്ടിന്യൂസ്. ഈ സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇവിടെ നമ്മൾ ഡിസ്ചാർജ് അപ്ലൈ ചെയ്യും. ഡിസ്ചാർജ് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഫ്ലോ ഉണ്ട്, അതിൻ്റെ ഡിസ്ചാർജ് ക്യൂ ആണെങ്കിൽ അത് ചേഞ്ച് ആവില്ല. വിത്ത് റെസ്പെക്ട് ടു ടൈം അത് ചേഞ്ച് ആവില്ല. അപ്പം ക്യൂ കോൺസ്റ്റൻ്റ് ആണ്. ക്യൂ കോൺസ്റ്റൻ്റ് ആണ് അതിൻ്റെ അർത്ഥം, കോൺസ്റ്റന്റ്. അപ്പം ഞാൻ ഡി ക്യൂ ബൈ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ അതെന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഇതാണ് സ്റ്റഡി ഫ്ലോന്റെ എക്സ്പ്ലനേഷൻ. അതായത് ക്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. എപ്പോഴും ഇതിൽ കൂടെ ഡിസ്ചാർജ് ക്യൂ തന്നെ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ക്യൂ ആണെങ്കിൽ ആ ക്യൂ തന്നെ ആയിരിക്കും. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം അത് ചേഞ്ച് ആവുന്നില്ല. ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു 0. പിന്നെ അത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്രയാണ്? 100% എന്ന് പറയാം. ഇതാണ് ഇതിന്റെ 3 അസംഷൻസ്. ഇത് തിയറിയിൽ ചോദിക്കലുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഡാസി പറയുന്ന ഇത് പറഞ്ഞാൽ ഈ 3 അസംഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ, ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ ഞാനിനി പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ കോൺസ്റ്റന്റ് ഇവിടെ ആഡ് ചെയ്യുക. ആ കോൺസ്റ്റന്റ് ആണ്. അപ്പം എന്താവും? വി ഈസ് ഈക്വൽ ടു കെ ആയി വരും. ഈ കെനാണ് നമ്മൾ പറയുക കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് പറയും. കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. ഇനി നമുക്കറിയാം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. ഡിസ്ചാർജ് എന്താ? ക്യൂ ഇസ് ഈക്വൽ ടു എ വി. എ വിക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്യൂ അപ്പോൾ എന്താ കിട്ടുക? ക്യൂ ഇസ് ഈക്വൽ ടു കെ എ ഐ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ഡയഗ്രത്തിലുണ്ട് ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 2 വെലോസിറ്റി നമ്മൾ ഇവിടെ പറഞ്ഞു. ഒന്ന് സീപ്പേജ് വെലോസിറ്റി പറഞ്ഞു, ഒന്ന് ഡിസ്ചാർജ് വെലോസിറ്റി പറഞ്ഞു. ഈ ഡാസീസ് ലോ ഏത് വെലോസിറ്റിനെ പറ്റിയാണ് പറയുന്നത്? ഡാസീസ് ലോ പറയുന്നത് ഡിസ്ചാർജ് വെലോസിറ്റിനെ പറ്റിയാണ്. ഡിസ്ചാർജ് വെലോസിറ്റിനെ പറ്റിയാണ് ഡാസീസ് ലോ പറയുന്നത്. ഓക്കെ. ഇനി കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. ഈ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിന്റെ യൂണിറ്റ് എന്താ? ഇവിടെ വി ഈസ് ഈക്വൽ ടു കെ ഐ. അതിന്റെ യൂണിറ്റ് എന്താ? ഐ പറഞ്ഞാൽ നോ യൂണിറ്റ് ആണ്, മീറ്റർ ബൈ മീറ്റർ ആണ് വരിക. അപ്പോൾ നോ യൂണിറ്റ്. അപ്പോൾ എന്താണോ വെലോസിറ്റി യൂണിറ്റ് അത് തന്നെയാണ് കെന്റെ യൂണിറ്റ്. അപ്പോൾ നമുക്കറിയാം സെന്റിമീറ്റർ പെർ സെക്കൻഡോ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡോ അതാണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിന്റെ യൂണിറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ന്യൂമറിക്കൽ ചോദിക്കാനുണ്ട്. ഈ ഡാസീസ് ലോന്റെ ഇക്വേഷൻ എന്നാൽ ക്യൂ ഇസ് ഈക്വൽ ടു കെ ഐ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുറേ വട്ടം ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിയബിലിറ്റി. ഇത് തിയറി ചോദിക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞ മാതിരി ഈ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? വെലോസിറ്റി കൂടും, ഡിസ്ചാർജ് കൂടും, പെർമിയബിലിറ്റി കൂടും. അപ്പോൾ പെർമിയബിലിറ്റി കൂടുകയാണെങ്കിൽ പെർമിയബിലിറ്റി എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എംപിരിക്കൽ ഫോർമുലയുണ്ട്. അത് ഒരു പറയുന്ന CD10 സ്ക്വയർ ഇൻറ്റു ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ UW ഇൻറ്റു EQ ബൈ 1+E. ഈ സി എന്ന് പറഞ്ഞത് ഷേപ്പാണ്. ഇവിടെ കണ്ടില്ല, ഷേപ്പ് ഓഫ് ദി സോളിഡ് പാർട്ടിക്കിൾ ഷേപ്പ്. ഈ D10 എന്ന് പറയുന്നത് എഫക്റ്റീവ് സൈസ്. ഈ ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഇതിപ്പോൾ വാട്ടർ ആണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകുന്നത്, അതിനുകൊണ്ടാണ് ഗാമ ഡബ്ല്യു എന്നത്. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. പിന്നെ ഇത് എന്ന് പറയുന്നത് വിസ്കോസിറ്റി. E³ എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ. ഓക്കെ. ഇനി നമുക്ക് ഫാക്ടേഴ്സിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. ഒന്നാമത്തത് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് പാർട്ടിക്കിൾ. സൈസ് ഓഫ് പാർട്ടിക്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ D10 അതാണ് എഫക്റ്റീവ് സൈസ്. അത് കൂടുന്തോറും എഫക്റ്റീവ് സൈസ് കൂടുകയാണെങ്കിൽ സൈസ് ഇൻക്രീസസ്,
കെ ആൾസോ ഇൻക്രീസസ്. ഇറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ നമ്മൾ വോയിഡ് റേഷ്യോ പറയുകയാണെങ്കിൽ മുകളിൽ ഒരു ക്യൂബ് ഉണ്ട്, താഴത്ത് 1+e ആണുള്ളത്. നമുക്കിത് അപ്രോക്സിമേറ്റ്ലി E² എന്ന് പറയാം. അപ്പോൾ എന്താ പറയുക, E കൂടുകയാണെങ്കിൽ കെ കൂടും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പിന്നെ അടുത്ത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? ഒന്ന് γW ആണ്, പിന്നെ ഒന്ന് വിസ്കോസിറ്റി ആണ്. ഇപ്പം യൂണിറ്റ് വെയിറ്റ് കൂടുകയാണെങ്കിൽ കെ കൂടും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ ഉള്ളത് വിസ്കോസിറ്റിയാണ്. വിസ്കോസിറ്റി കൂടുകയാണെങ്കിൽ കെ കുറയും. പിന്നെ വരുന്ന ടൈമാണ് സ്പെസിഫിക് സർഫസ് ഏരിയ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ വോളിയം ആണ്. ഇപ്പോൾ ഞാൻ ഒരു കാൽക്കുലേഷൻ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈസിക്ക് വേണ്ടിയിട്ട് നമ്മളെ പാർട്ടിക്കിളിൽ ഒരു സ്ഫിയർ ആണ് വെക്കുക. അതിൻ്റെ റേഡിയസ് R ആണ്. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് സർഫസ് ഏരിയ എന്താ വരിക? 4πr² ഡിവൈഡഡ് ബൈ 4/3 πr³. വോളിയം എന്താ? 4/3 πr³. അപ്പോൾ പോയി 1/, അപ്പോൾ നമുക്കിത് പറയാം SSA ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R എന്ന് പറയാം സർഫസ് ഏരിയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് സോയിൽ ഉണ്ട്. സപ്പോസ് 4 ടൈപ്പ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഗ്രാവൽ, പിന്നെ വരുന്നത് സാൻഡ്, സിൽട്ട് ആൻഡ് ക്ലേ. ഗ്രാവലിൽ ഇതിൽ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ സൈസ് ഉണ്ടാവുക? സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ നമുക്കറിയാം, ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ക്ലേ ആണ്. അപ്പോൾ R ഏറ്റവും കുറവ് എന്തിനാണ്? ക്ലേക്കാണ്. അപ്പോൾ R കുറഞ്ഞാൽ സ്പെസിഫിക് സർഫസ് ഏരിയക്ക് എന്താ സംഭവിക്കുക? സംഭവിക്കും? അത് കൂടും. R കുറഞ്ഞാൽ അത് കൂടും. അപ്പോൾ സ്പെസിഫിക് സർഫസ് ഏരിയ എന്തെങ്കിലും കൂടും. ഇനി സ്പെസിഫിക് സർഫസ് ഏരിയ കൂടിയാൽ അതിൻ്റെ അങ്ങനെ സർഫസ് ഏരിയ കൂടിയാൽ എന്താ? ഇപ്പോൾ വാട്ടർ കൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. കാരണം എന്താ? കൂടുതൽ സർഫേസ് ഉണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഫ്ലോ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പറയാം ഫ്ലോ കുറവായിരിക്കും. ഇനി ഗ്രാവലിനാണ് ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത്. സൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? സ്പെസിഫിക് സർഫസ് ഏരിയ എന്ത് ചെയ്യും? കുറയും. അപ്പം കൂടുതൽ വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള സർഫസ് ഏരിയ കുറവാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യും? പെർമിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇനി റഫായിട്ട് ഞാനൊരു ഇതിൻ്റെ വാല്യൂസ് പറയാം. ഗ്രാവലിന് ഏകദേശം പെർമിബിലിറ്റി, കോഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി ഇൻ cm/s. അപ്പോൾ cm/s. ഇതിൻ്റെ തന്നെ 10⁻⁴, ഇത് 10⁻⁻², ഇത് 10⁻⁻²-4, ഇത് 10⁻⁻6. ഇതിൻ്റെ ക്ലാൻ്റെ നോക്കുകയാണെങ്കിൽ പെർമിബിലിറ്റി വരുന്നത്, കോഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി തന്നെ 10⁻⁻6 cm/s ആണ്. അപ്പോൾ നമുക്ക് ഇംപെർമിബിൾ തന്നെ പറയാം, പാർഷ്യലി ഇംപെർമിബിൾ തന്നെ പറയാം. അപ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞത് ഇംപെർമിബിൾ ആയിട്ടുള്ളത്, പെർമിബിലിറ്റി ഏറ്റവും കുറവായിട്ടുള്ളത് ക്ലേക്കാണ്. പിന്നെ സൈസ് കൂടുന്നതിനനുസരിച്ച് പെർമിബിലിറ്റി ഇങ്ങനെ കൂടും. അതാണ് സ്പെസിഫിക് സർഫസ് ഏരിയ. ഇനി സപ്പോസ് നമ്മൾ ഷേപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഷേപ്പിൻ്റെ കാര്യമാണെങ്കിൽ 2 ഫ്ലേക്കി ആയിട്ടുള്ളത്, ഞാനൊരു എക്സാമ്പിൾ എടുത്താണ്. ഫ്ലേക്കി ആയിട്ടുള്ളൊരു ഷേപ്പും റൗണ്ട് ആയിട്ടുള്ളൊരു ഷേപ്പും. ഇതിൽ ഏതിനായിരിക്കും പെർമിബിലിറ്റി കൂടുതൽ? പെർമിബിലിറ്റി ഏറ്റവും കൂടുതൽ സർഫസ് റൗണ്ട് ആയിട്ടുള്ളതിനായിരിക്കും. കാരണം എന്താ വെച്ചാൽ അതിനാണ് സ്പെസിഫിക് സർഫേസ് ഏറ്റവും കുറവ്. ഈ ഫ്ലേക്ക് ആയിട്ടുള്ളതിന് കൂടുതൽ സർഫസ് ഏരിയ വരും. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഇതിനായിരിക്കും പെർമിബിലിറ്റി കൂടുതൽ, ഫ്ലേക്ക് റൗണ്ടഡ് ആയിട്ടുള്ളത്. ഇനി സപ്പോസ് ടെമ്പറേച്ചർ. ഇനി അടുത്ത ഫാക്ടറാണ് ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഒന്നും എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ നമുക്കറിയാം വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും? വിസ്കോസിറ്റി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ കുറയും. അപ്പോൾ പെർമിബിലിറ്റി എന്ത് ചെയ്യും? പെർമിബിലിറ്റി കൂടും. ഇനി സെയിം കേസ് തന്നെ ഒപ്പം നമ്മളെ അടുത്തതാണ് അബ്സോർബ്ഡ് വാട്ടർ. അതായത് നമുക്കറിയാം ഈ ക്ലേ
ഇതിലൊക്കെ ക്ലേ പാർട്ടിക്കിളൊക്കെ ഒരു അബ്സോർബ്ഡ് വാട്ടർ ഉണ്ടോ, അതായത് ഈ സോളിഡ് പാർട്ടിക്കിൾ അബ്സോർബ് ചെയ്തിട്ടുണ്ട് വാട്ടർ. അപ്പോൾ സപ്പോസ് ഇവിടെ ഉണ്ട് ഒരു പാർട്ടിക്കിൾ ഉണ്ട്, തൊട്ടടുത്ത് വേറൊരു പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അബ്സോർബ്ഡ് വാട്ടറും തരുന്നത് ഇത്ര, അതായത് അബ്സോർബ്ഡ് വാട്ടർ പറഞ്ഞാൽ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടർ, അതതിന് ഫ്രീ ആയിട്ട് കിട്ടൂല. അപ്പോൾ നമ്മളെ ഈ വോയിഡ്സിൻ്റെ സ്പേസ് കുറയും ഈ ഹോൾഡ് ചെയ്തതുകൊണ്ട്. അപ്പോൾ വാട്ടർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ കഴിയില്ല. അതായത് ആദ്യം ഇപ്പോൾ ഈ പാർട്ടിക്കിൾ ഇത്രേ ഉള്ളൂ, അപ്പോൾ വോയിഡ്സ് വലുതാണ്. ഈ അബ്സോർബ്ഡ് വാട്ടർ കൊണ്ട് ഈ വോയിഡ്സ് ചെറുതാവും. അപ്പോൾ അതൊരു റെസിസ്റ്റൻ്റ് ആണ് വാട്ടർ ഫ്ലോന്. അപ്പോൾ ഈ അബ്സോർബ്ഡ് വാട്ടർ കൂടുകയാണെങ്കിൽ എന്താണ്, അതിൻ്റെ കപ്പാസിറ്റി പെർമിബിലിറ്റി കുറയും. അബ്സോർബ്ഡ് വാട്ടർ കൂടുകയാണെങ്കിൽ പെർമിബിലിറ്റി കുറയും. ഇനി അടുത്തത് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ ഒന്ന് സെയിം തന്നെയാണ്. അതായത് ഇപ്പോൾ ഓർഗാനിക് മാറ്റർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വോയിഡ്സിൽ വന്ന് ഒക്യുപ്പൈ ചെയ്യും. അതും റെസിസ്റ്റൻ്റ് ടു ഫ്ലോ ആണ്. അപ്പം അതിന് നമുക്ക് ഇനി അടുത്തൊരു വരുന്നത് ഓർഗാനിക് മാറ്റർ. എന്താ, ഓർഗാനിക് മാറ്റർ കൂടുകയാണെങ്കിൽ പെർമിബിലിറ്റി കുറയും. അബ്സോർബ്ഡ് വാട്ടർ കൂടുകയാണെങ്കിൽ പെർമിബിലിറ്റി കുറയും. ഇനി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, അതായത് ഇപ്പം സപ്പോസ് സാച്ചുറേഷൻ 100 ഡിഗ്രി ആണ്. അപ്പോൾ അതിലെന്താ, എയർ വോയിഡ്സ് ഒന്നുമില്ല, ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്, ഫുള്ള് വാട്ടർ മാത്രമേ ഉള്ളൂ. അപ്പം വാട്ടറിന് ഫ്ലോ ചെയ്യാൻ എളുപ്പമായിരിക്കും, കാരണം എയർ ട്രാപ്പ് ഒന്നുമില്ല. ഈ എയർ ഇൻ ബിറ്റ്വീൻ സപ്പോസ് 80% ആണ് സാച്ചുറേഷൻ, ബാക്കിയുള്ളത് എയറാണ്. അപ്പോൾ ഈ എയർ വാട്ടർ ഫ്ലോ ചെയ്യുന്നതിന് റെസിസ്റ്റ് ചെയ്യും. അപ്പം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കൂടുകയാണെങ്കിൽ അപ്പോൾ ഏതിനായിരിക്കും 80% ആയിട്ടുള്ള ഒരു സോയിലുണ്ട്, സാച്ചുറേഷൻ 80% ആയിട്ടുള്ള 100% ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനായിരിക്കും പെർമിബിലിറ്റി കൂടുതൽ ഇതിനായിരിക്കും 100 ഡിഗ്രി സാച്ചുറേഷൻ ഉള്ള സോയിലായിരിക്കും. ഇനി അടുത്തത് 2 ടെസ്റ്റാണ്. നമ്മൾ എങ്ങനെയാണ് ഈ പെർമിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള 2 ടെസ്റ്റ്. അതിൽ ഫസ്റ്റ് വരുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് പെർമിബിലിറ്റി ടെസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടെസ്റ്റ് സ്പെസിമെൻ എടുത്തു. അതിൽ ഈ ലൈറ്റ് ഗ്രീനിലുള്ളത് അവിടെ ഞാൻ സോയിൽ ഫില്ല് ചെയ്തു. എന്നിട്ട് ഈ ഒരറ്റത്തുനിന്ന് വെള്ളം ഫ്ലോ ചെയ്യിപ്പിച്ചു. അതായത് ഞാൻ ഇവിടുത്തെ ഹെഡ് കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അതായത് കണ്ടിന്യൂസ് ഫ്ലോ ഞാൻ അവിടെ കൊടുത്തു. ഇവിടെ പൈപ്പ് തുറന്നിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇവിടുന്ന് ഫ്ലോ ചെയ്തു. അപ്പോൾ എന്നിട്ട് ഞാൻ ഇപ്പോൾ സപ്പോസ് ഇവിടെ നിന്ന് എൻ്റെ ഒരു പോയിന്റ്, സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ്, എൻ്റെ ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ്. അങ്ങനെ ഇവിടെ നിന്നും സോയിൽ ഫ്ലോ ചെയ്ത് ആദ്യം ഞാൻ ഈ പൈപ്പ് തുറന്നിട്ടിട്ട് എന്നിട്ട് ഇവിടുന്ന് ഒരു സ്റ്റഡി ഫ്ലോ ആവണ വരെ ഞാൻ കാത്തു നിന്നു. എന്നിട്ട് നല്ലപോലെ ഫുള്ളായിട്ട് വെള്ളം ഇതിൽ കൂടെ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഞാൻ ടൈമർ ഓൺ ചെയ്തിട്ട് ഞാനൊരു പെർട്ടിക്കുലർ സപ്പോസ് എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്, ഒരു ഇതിൻ്റെ വോളിയം ഞാൻ കളക്ട് ചെയ്തതിൻ്റെ വോളിയം ഒരു 500 ml, ഞാൻ ജസ്റ്റ് ഒരു നമ്പർ പറയണം, 500 ml കളക്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം നമ്മൾ സ്റ്റോപ്പ് വാച്ചിൽ കാൽക്കുലേറ്റ് ചെയ്യും. സ്റ്റോപ്പ് വാച്ചിൽ നെക്കിട്ട് 500 ml ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വാല്യൂസ് അറിയാം, വോളിയം നമുക്കറിയാം 500 ml, പിന്നെന്താ അറിയാം, അതിനടുത്ത് ടൈമും എനിക്കറിയാം. പിന്നെ ഈ ഡെൽറ്റ എച്ച്, ഞാൻ ഈ പോയിന്റ് 1 ഒരു പീസോമീറ്റർ വെച്ചു, അപ്പോൾ അവിടെയുള്ള ഹൈറ്റ് എനിക്കറിയാം. പിന്നെ ഈ എൻഡ് പോയിന്റിൽ ഞാനൊരു പീസോമീറ്റർ വെച്ചു, അപ്പോൾ അവിടെയുള്ള ഹൈറ്റും എനിക്കറിയാം. അവർ തമ്മിലുള്ള ഹെഡ് ഡിഫറൻസ് ആണ് ഡെൽറ്റ എച്ച്, അതും എനിക്കറിയാം. പിന്നെ ഈ പോയിന്റ് 1ഉം 2ഉം നമ്മളുടെ ഡിസ്റ്റൻസ് L, അതും എനിക്കറിയാം. ഇനി ഞാൻ എങ്ങനെ കെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ ഡാർസീസ് ലോ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. Q = KAI. ഇവിടെ എന്താ കെന്റെ ഇക്വേഷൻ എന്താ പറയുക, Q / AI. ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ ആണ്. Q എനിക്കറിയാം, Q / ഏരിയ. ഇനി I എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് / L, ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. അതും ഇവിടെ ഇൻപുട്ട് ചെയ്താൽ എനിക്ക് ക്യൂവിൻ്റെ വാല്യൂ കെൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെയാണ് ഒരു ടെസ്റ്റ്. ഇത് പ്രാക്ടിക്കൽ ടെസ്റ്റാണ്, ഇത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി ഇത് ഏത് ടൈപ്പ് സോയിലിനാണ് ഇത് സ്യൂട്ടബിൾ? കോസ് ഗ്രൈൻഡ് സോയിലിനാണ് ഇത് കൂടുതലായിട്ട് സ്യൂട്ടബിൾ. കാരണം വെച്ചാൽ
സപ്പോസ് ഞാൻ ഫൈൻ ഗ്രെയിൻ സോയിൽ എടുത്ത് ഫൈൻ ഗ്രെയിൻ ക്ലേ ഒക്കെ എടുത്തു. അങ്ങനെയാണെങ്കിൽ ക്ലേ എടുത്താൽ ഇവിടുന്ന് വാട്ടർ ഫ്ലോ ചെയ്തു ഇവിടെ എത്താൻ ഒരുപാട് സമയം എടുക്കും. കാരണം എന്താ, അതിൻ്റെ പെർമിലിറ്റി വളരെ കുറവാണ്. ഇപ്പം ഞാൻ 500 ml കളക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇത് കോസ് ഗ്രെയിൻ, ഇപ്പോൾ സപ്പോസ് കോസ് ഗ്രെയിനാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പെർമിലിറ്റി കൂടുതലാണ്, പെട്ടെന്ന് 500 ml ആവും. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പോൾ നമ്മളിത് മോസ്റ്റ് ഉപയോഗിക്കുന്നത് കോസ് ഗ്രെയിൻഡ് സോയിലാണ്. അടുത്തൊരു ടെസ്റ്റാണ് വേരിയബിൾ ഹെഡ് ഓർ ഫാളിംഗ് ഹെഡ് പെർമിലിറ്റി ടെസ്റ്റ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈൻ ഗ്രെയിൻഡ് സോയിലിനാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണില്ല. ഇവിടെ ചെയ്യണമെന്ന് എന്താ വെച്ചാൽ, നമ്മൾ സപ്പോസ് ഇവിടെയാണ് അതിൻ്റെ, ഞാൻ ഇവിടെ ഫസ്റ്റ് ഞാൻ ഇവിടുത്തെ വാൾവ് ക്ലോസ് ചെയ്തു. ഇവിടുത്തെ വാൾവ് ഞാൻ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇവിടെയാണ്, അപ്പോൾ ഹെഡ് ഇവിടെയാണ് ഉള്ളത്. അങ്ങനെ ഞാൻ ടൈം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ കൂടെ വാൾവ് എന്നിട്ട് ക്ലോസ് ചെയ്തു, ഓപ്പൺ ചെയ്തു. അപ്പോൾ വെള്ളം ഇതിൽ കൂടെ ഇവിടുന്ന് വന്നിട്ട് ഇതിൽ കൂടെ അങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് ചാടും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ടൈം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹെഡ് ഇവിടുന്ന് ഇങ്ങനെ കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ ടൈം ഞാൻ സമയത്ത് എത്തിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. T1 എന്ന് പറഞ്ഞ സമയത്ത്. ഇത് T = 0, ഇത് T = T1 എന്ന് പറഞ്ഞ സമയം. അപ്പോൾ ഹെഡ് ഡ്രോപ്പായി. ഈ ഫസ്റ്റ് പോയിന്റിൽ നിന്നും ഹെഡ് ഇവിടേക്ക് ഡ്രോപ്പായി. അപ്പോൾ എന്നിട്ട് അതിനെടുത്ത ടൈം ഞാൻ നോട്ട് ചെയ്തു, ഈ T1 എന്ന് പറഞ്ഞ ടൈം. അപ്പോൾ ഇതിന് ഡെറിവേഷൻ ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ K കാണാനുള്ള ഇക്വേഷൻ ഇതാണ് സിസ്റ്റം എങ്കിൽ K കാണാനുള്ള ഇക്വേഷൻ 2.3 AL / AT × log 10 of H1/H2. ഈ A എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡ് പൈപ്പിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ. ഈ ഡയഗ്രത്തിൽ നിന്ന് ക്ലിയർ ആണ്, സ്റ്റാൻഡ് പൈപ്പിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ. ഈ L എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സോയിൽ, ഇവിടെ നിന്നാണ്, ഇതിപ്പോൾ സ്പെസിമെൻ ആണ്. അപ്പോൾ സോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന്, സോയിലിന്റെ എൻഡ് ടു എൻഡ്, അതാണ് L, ലെങ്ത് ഓഫ് ദി സ്പെസിമെൻ. ഇനി പിന്നെ A എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ A എന്ന് പറഞ്ഞാൽ സ്പെസിമെന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. T എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ, എത്രയാണോ സമയം എടുക്കുന്നത് H1-ൽ നിന്നും H2-ലേക്ക് ഇത് ഫാൾ ചെയ്യാനെടുത്ത ടൈം, അതാണ് T. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് K എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഓഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്. അത് ഞാൻ ആൾറെഡി പറഞ്ഞ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് 2015 കേരള PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ, അപ്പം എക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. പിന്നെ അപ്പോൾ ഇതിന്റെ ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി, അത് K = CD10² ഇൻറ്റു Γ/W divided by coefficient of friction, viscosity into E³ divided by 1 + E. സോ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതായത് ഫസ്റ്റ് വൺ എഫക്റ്റീവ് ഡയമീറ്റർ കൂടുമ്പോൾ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇതല്ല, കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആ ക്വസ്റ്റനിൽ ചോദിച്ച്. അപ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടോപ്പിലാണ്. അപ്പോൾ വോയിഡ് റേഷ്യോ ഞാൻ പറഞ്ഞു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പിന്നെ ഇതിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകെ വരുന്നത് വിസ്കോസിറ്റിയാണ്. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഇനി അടുത്തത്, ഡ്യൂ ടു റൈസ് ഇൻ ടെമ്പറേച്ചർ ദ വിസ്കോസിറ്റി ആൻഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി പ്രൊപ്പൽഷൻ fluid are reduced to 80% and 90% respectively. If other things remain constant, the coefficient of permeability. അപ്പോൾ ഇതിൽ ചോദിച്ചത് കോഫിഷ്യന്റ് ഓഫ് പെർമബിലിറ്റി എന്താ സംഭവിക്കുക, അതായത് എന്തൊക്കെ ഇവിടെ കുറച്ചത്, വിസ്കോസിറ്റി 80% കുറച്ചു, പിന്നെ യൂണിറ്റ് വെയിറ്റ് 90% കുറച്ചു. അങ്ങനെയാണെങ്കിൽ വിസ്കോസിറ്റിയിൽ ഉണ്ടാവുന്ന കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനിൽ ഉണ്ടാവുന്ന മാറ്റം. അപ്പോൾ നേരത്തെ ഇതേമാതിരി തന്നെ ഇക്വേഷൻ എന്താ, CD10² ഇൻറ്റു Γ/W divided by μ ഫ്രിക്ഷൻ ആണ്, വിസ്കോസിറ്റി ആണ്, E³ divided by 1 + E. അപ്പോൾ C ഇവിടെ ചേഞ്ച് ഒന്നുമില്ല, D ചേഞ്ച് ഒന്നുമില്ല, വോയിഡ് റേഷ്യോയിലും ചേഞ്ച് ഇല്ല. ആ പാടെ ചേഞ്ച് ആവുന്നത് Γ/W μ-ലാണ്, കോഫിഷ്യന്റ് വിസ്കോസിറ്റിയിലാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്താ, K is directly proportional to, അല്ലെങ്കിൽ K is equal to constant into
ബാക്കിയുള്ള ടൈമൊക്കെ കോൺസ്റ്റന്റ് ആണ്. ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ മ്യൂ. ഇതാണ് കെ ഇനീഷ്യൽ. ഇനി അടുത്തത് നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തി? ഗാമ ഡബ്ല്യു എന്തിലേക്ക് ചേഞ്ച് ചെയ്തു? ഗാമ ഡബ്ല്യു 90% റെഡ്യൂസ് ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ 0.8 ഗാമ ഡബ്ല്യു ആക്കി. പിന്നെ മ്യൂ എന്താക്കി? വിസ്കോസിറ്റി ടു 80%. ഗാമ ഡബ്ല്യു റെഡ്യൂസ് ടു 0.9, 90% റെഡ്യൂസ് ചെയ്തു. അപ്പം മ്യൂ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വിസ്കോസിറ്റി റെഡ്യൂസ് ചെയ്തത് 80%. അപ്പോൾ 0.8 ഇൻറ്റു മ്യൂ. ഇനി നമ്മളെ ഫൈനൽ എന്താണ്? ഫൈനൽ മാറ്റം വരുത്തത്, അതായത് കെയിൽ എന്ത് മാറ്റം വന്നത്? കോൺസ്റ്റന്റ് ഇൻറ്റു ഗാമ ഡബ്ല്യു എന്ത് ചെയ്തു? 0.9 ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 0.8 മ്യൂ. ഈ 0.8 ബൈ അപ്പം ഇങ്ങനെ ചെയ്താൽ കെ എഫ് ഈസ് ഈക്വൽ ടു 1.125, 0.9 ബൈ 0.8 1.125. പിന്നെ ഈ കോൺസ്റ്റന്റ് ഇൻറ്റു ഗാമ ഡബ്ല്യു ഇൻറ്റു മ്യൂ, ഗാമ ഡബ്ല്യു ബൈ മ്യൂ, അതെന്താ? കെ ഇനീഷ്യലാണ്. ഇനീഷ്യൽ എത്രയാണ് കൊടുത്തത്? അപ്പം നമുക്ക് പറയാം ഇത് എത്ര ശതമാനം ഇൻക്രീസ് ആയി? 0.125, അതായത് 12.5% ഇൻക്രീസ് ആയി കെ ഫൈനൽ. അപ്പം ഇതിൻ്റെ റൈറ്റ് ആൻസർ ഇൻക്രീസ്ഡ് ബൈ 12.5%. അടുത്തത് ഡിസ്ചാർജ് വെലോസിറ്റി. ഡിസ്ചാർജ് വെലോസിറ്റി ഓഫ് ദി സോയിൽ. അപ്പോൾ ഡിസ്ചാർജ് വെലോസിറ്റി തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് വെലോസിറ്റി ഓഫ് ദി സോയിൽ ഈസ് 8 × 10⁻⁻⁷ meter per second and void ratio is 0.4. Its seepage velocity is 10⁻⁻7 meter per second. അങ്ങനെ ഡിസ്ചാർജ് വെലോസിറ്റി തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് വെലോസിറ്റി 8 × 10⁻⁻7 meter per second. പിന്നെ തന്നത് വോയിഡ് റേഷ്യോ ആണ്. വോയിഡ് റേഷ്യോ നമുക്ക് ഡിസ്ചാർജ് വെലോസിറ്റിയും സീപ്പേജ് വെലോസിറ്റിയും നമ്മളെ റിലേഷൻ അറിയാം. ഡിസ്ചാർജ് വെലോസിറ്റി, സീപ്പേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് വെലോസിറ്റി ഡിവൈഡ് ബൈ n. പക്ഷേ നമുക്കിവിടെ തന്നത് പോറോസിറ്റി അല്ല, വോയിഡ് റേഷ്യോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പോറോസിറ്റിയും വോയിഡ് റേഷ്യോയും തമ്മിലുള്ള റിലേഷൻ. പോറോസിറ്റി ഈസ് ഈക്വൽ ടു n ഈസ് ഈക്വൽ ടു E ബൈ 1+E. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 0.4 ഡിവൈഡഡ് ബൈ 1 + 0.4 1.4. ഇതിങ്ങനെ 0.2 ഡിവൈഡഡ് ബൈ 0.7 2/7. അപ്പോൾ n കിട്ടി 2/7. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. vs ഈസ് ഈക്വൽ ടു സീപ്പേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു v. രണ്ടിനും 10⁻⁻7 ഉണ്ട്. അപ്പോൾ ഞാൻ 10⁻⁻7 എടുക്കണില്ല, അത് അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ v എന്ന് പറയുന്നത് 8 ആണ്. 8 ഡിവൈഡഡ് ബൈ 2/7 4. അപ്പോൾ വരിക 4 × 7 28 ഇൻറ്റു 10⁻⁻7 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് സീപ്പേജ് വെലോസിറ്റി. അപ്പോൾ ഓപ്ഷൻ എ. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ജസ്റ്റ് നമുക്ക് രണ്ട് ഓപ്ഷൻ തന്നെ കളയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് VSI is always greater than P. അപ്പോൾ ഓപ്ഷനിൽ നോക്കുക. അതായത് നമുക്ക് തന്നത് വെലോസിറ്റി, ഡിസ്ചാർജ് വെലോസിറ്റി എത്ര? 8 × 10⁻⁻7 തന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഡെഫിനറ്റ്ലി അതിനെക്കാട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അതിനെക്കാട്ടി കുറഞ്ഞ ഓപ്ഷൻസ് ആണ് ഓപ്ഷൻ ഡി. അത് നമ്മൾ കട്ട് ചെയ്യുക. അതേമാതിരി തന്നെ ഓപ്ഷൻ ഡി, അതും അതിനെക്കാട്ടി കുറഞ്ഞ. അപ്പോൾ ഓപ്ഷൻ സിയോ അല്ലെങ്കിൽ ഓപ്ഷൻ എയോ ആണ്. അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 28. ഇനി അടുത്തത് the following data were obtained when a sample of medium sand was tested in a constant head parameter. Cross section area തന്നിട്ടുണ്ട്. Cross section area 100 centimeter square, and gradient തന്നിട്ടുണ്ട്. hydraulic gradient 10 and discharge തന്നിട്ടുണ്ട് 10 cubic centimeter per second. The coefficient of permeability of sand K ആണ് ചോദിച്ചത്. നമുക്ക്
ഡാസീസ് ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ Q is equal to കിയ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് K കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Q ഡിവൈഡഡ് ബൈ A ഇൻറ്റു I. അപ്പോൾ Q എത്രയാണ് വരുന്നത്? Q 10 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു I 10. സോ 10 ഗോൺ സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ ബാക്കി ഉണ്ടാവും, സെൻറ്റിമീറ്റർ സ്ക്വയർ പോയി. അപ്പം എന്താണ് 10⁻² സെൻറ്റിമീറ്റർ ബൈ സെക്കൻഡ്. പക്ഷേ ഡയറക്റ്റ് ആൻസർ കുത്തണ്ട. കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് തന്നത് മീറ്റർ പെർ സെക്കൻഡാണ്, ഇത് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് മീറ്റർ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 10⁻² ഇൻറ്റു 10⁻², അതായത് സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻² മീറ്റർ. അപ്പോൾ നമുക്ക് 10⁻² സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 10⁻² ഇൻറ്റു 10⁻² മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് എഴുതാം 10⁻⁴ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ റൈറ്റ് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ഫാളിംഗ് ഹെഡ് permeability test, if equal time interval are noted for the drop of head from H1 to H2 and again from H2 to H3, then the relation that hold good. അപ്പോൾ ഇതെന്താ? ഫാളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് ഇവർ പറയുന്നത് H1 നിന്നും H2 ഫാൾ ചെയ്യാൻ എടുക്കുന്ന ടൈമും H2 നിന്നും H3 ഫാൾ ചെയ്യാൻ എടുക്കുന്ന ടൈം സെയിം ആണെന്ന് അത് പറയണം. അങ്ങനെയാണെങ്കിൽ ഈ താഴത്തുള്ള ഏത് റിലേഷനാണ് സ്യൂട്ട് ആവുക? ഇത് ESC ക്വസ്റ്റ്യൻ ആണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കാൻ സാധ്യത. പിന്നെ അപ്പോൾ നമ്മളെ ഫാളിംഗ് ഹെഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? K is equal to A into L divided by AT into log E ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. നേരത്തെ ഞാൻ കാണിച്ചത് നാച്ചുറൽ ലോഗ് ആയിരുന്നു, അതിനോട് 2.3 ഇവിടെ വരും. ഇപ്പോൾ ലോഗ് ഞാൻ E ആണ് ഇവിടെ ഇപ്പോൾ എടുക്കുന്നത്, ലോഗ് H1/H2. ഇനി ഇതാണ് ഇക്വേഷൻ, പെർമിബിലിറ്റി കോഫിഷ്യന്റ് പെർമിബിലിറ്റി കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെയിം എക്യുപ്മെന്റ്, അപ്പോൾ A മാറില്ല, സ്റ്റാൻഡ് പൈപ്പിന്റെ ഡയമീറ്റർ ഏരിയ ചേഞ്ച് ആവില്ല, സെയിം സ്പെസിമെൻ ആണ്, ലെങ്ത് ചേഞ്ച് ആവില്ല, ഏരിയയും ചേഞ്ച് ആവില്ല, ടൈം പോലും പറഞ്ഞാൽ രണ്ടിനത്തിനും സെയിം ആണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ K എന്നുള്ള എന്താ? സെയിം സോയിലാണ്. അപ്പോൾ കോഫിഷ്യന്റ് പെർമിബിലിറ്റി ഒന്നും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ പറയാം ലോഗ് E to the base H1/H2 ഈസ് എ കോൺസ്റ്റന്റ്. ഇത് സെയിം തന്നെ ആയിരിക്കും എന്തിനും? ഫ്രം H2 to H3. അപ്പം അങ്ങനെ എഴുതാം, ലോഗ് E H2 to H3. ഈ ലോഗിന്റെ ഉള്ളിലത്തെ രണ്ട് സാധനങ്ങൾ ഈക്വൽ ആണെങ്കിൽ ഉള്ളിലത്തെ സാധനം ഈക്വൽ ആവും. H1/H2 is equal to H2/H3. അപ്പം നമുക്ക് ഇവിടുന്ന് എഴുതാം H2² is equal to H1 into H3. ഇതാണ് റിലേഷൻ. കറക്റ്റ് ഓപ്ഷൻ ഏതാ? കറക്റ്റ് ഓപ്ഷൻ H2² H1 into H3. ഓപ്ഷൻ B is the right answer. Thank you for listening.